അല്ല. അല്ല. ഇയാളല്ല. അല്ല. 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 ഇവൻ തന്നെ. ഇവൻ തന്നെ. Is it? Yes. ലൈറ്റഡ്. ആരാടോ ഇവൻ? ബെഞ്ചമിൻ ബ്രൂണോ, ഏജ് 36, എ നൊട്ടോറിയസ് ക്രിമിനൽ. സാർ, ഇവനൊരു കേസിൽ പെട്ട് ഇപ്പോഴും ഇവിടുത്തെ സബ് ജയിലിലുണ്ട്. ഇതിപ്പോ ഏത് കേസിന്റെ കാര്യമാണ് സാർ അന്വേഷിക്കുന്നത്? ഇതൊരു പ്രത്യേകതരം കേസാ. സാധാരണ ഓഫീസേഴ്സ് ഒന്നും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു പുതിയ പരീക്ഷണം. ആട്ടെ, ഏത് കേസിലാണ് അവനിപ്പോ അകത്ത് കിടക്കുന്നത്? കുഞ്ചക്കര മാമച്ചമ്മത കേസ്. ഒരാഴ്ച ഇതിനകത്താ. വലിയ കാര്യമൊന്നുമില്ല. ഒത്തിരി മാന്യന്മാർ അവന്റെ ബെയിലിന് വേണ്ടി പുറത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്നാം തരം വക്കീലുമാര് തലങ്ങും വിലങ്ങും കേസ് വാദിക്കും. ഒടുക്കം പുഷ്പം പോലെ ബ്രൂണോ തടി തപ്പും. അതാ പതിവ്. ആ, സെല്ലിന് പുറത്തുനിന്ന് സംസാരിച്ചാ പോരെ? അകത്താണ് സൗകര്യം. അത് ഞാനങ്ങനെ പേടികളുടെ ടൈപ്പൊന്നുമില്ല. എവിടെയാണ് തുറക്കണം? എണീക്കടാ, എണീക്കാൻ. ബെഞ്ചമിൻ ബ്രൂണോ അല്ലേ? നീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് ഞാൻ കേട്ടു. ഞാനൊരു നൊട്ടോറിയസ് പോലീസ് ഇൻസ്പെക്ടറാണ്. 1992 ജനുവരിയിലെ ഒരു തണുത്ത സായാഹ്നം, നഗരവീഥിയിലെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഗ്രീൻ സിഗ്നൽ കാത്തുകിടക്കുന്ന ഒരു കാർ. പെട്ടെന്ന് അടുത്ത ട്രാക്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് വന്നു നിൽക്കുന്ന ഒരു ചുവന്ന വാൻ. അതിന്റെ ഒരു വശത്തെ ഡോറിന്റെ ഗ്ലാസ് താഴുന്നു. അതിലൂടെ കാറിലിരിക്കുന്ന മനുഷ്യനെ ലക്ഷ്യം വെച്ച് ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെടുന്നു. കാറിലിരിക്കുന്ന മനുഷ്യൻ ഞെട്ടലോടെ കാർ മുമ്പോട്ട് പായിക്കുന്നു. വാൻ പിന്തുടരുന്നു. ചേസ്. ഒടുവിൽ ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കും മട്ടിൽ ആ പാവം മനുഷ്യനെ ഇടിച്ചു കൊല്ലുന്നു. മരിച്ചത് എബി മാത്യു, കൊന്നത് ബെഞ്ചമിൻ ബ്രൂണോ. എതിർക്കാനോ നിഷേധിക്കാനോ പുറപ്പെടണ്ട. എത്രയും പെട്ടെന്ന് കുറ്റം സമ്മതിച്ചാൽ കിട്ടാനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി ഇനിയുള്ള കാലം നിനക്ക് സുഖമായി കഴിഞ്ഞുകൂടാം. പറ, ഇതെല്ലാം സത്യമല്ലേ? പറയടാ, എന്നെ അധികം മെനക്കെടുത്തരുത്. പറയാൻ. പറഞ്ഞില്ലെങ്കിൽ എന്താ സാറേ കാണിച്ചത്? ബ്രൂണോ, ബ്രൂണോ, he is unconscious. എന്റെ കൈക്ക് ഇത്ര കരുത്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ആംബുലൻസ് വിളിക്കും. എവിടെയോ അവൻ? എനിക്കെങ്ങനെ അറിയാം? പിന്നെ താനെങ്ങോട്ടായി തിരക്കിട്ട് ഓടുന്നത്? ഞാൻ വിചാരിച്ചു സാറവനെ കണ്ടിട്ട് ഓടുക. ഞാൻ വിചാരിച്ചു താനവനെ കണ്ടിട്ട് ഓടുകയായിരുന്നു. ഇപ്പൊ അങ്ങനെയായ ഏതായാലും അവനെ വിടുന്ന പ്രശ്നമില്ല.
ഹലോ, ഐ എം ബ്രൂണോ. അതെ, ഒരു ചാൻസ് കിട്ടി, പുറത്തിയാടി. ഐ എം കോളിംഗ് ഫ്രം റോസ് സ്ട്രീറ്റ്. യാ, പോലീസ് ജസ്റ്റ് ഗോട്ട് സം ക്ലൂ അബൌട്ട് എബി മാത്യൂസ് മർഡർ. എല്ലാം നേരിട്ട് പറയാം. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. പോലീസ് തിരയുന്നുണ്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒന്നും പറയണ്ട, തന്റെ ഹിസ്റ്ററിയൊക്കെ എനിക്കറിയാം. ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ താൻ കുഴപ്പങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. സാർ, ഒരു ആത്മാവ്. ഇനിയും താൻ ഇത് ആവർത്തിച്ചാൽ തന്നെ വല്ല മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയി. സത്യം പറ, താൻ നേരത്തെ ഭ്രാന്ത് ആശുപത്രി കിടന്നിട്ടുണ്ട് ഇല്ലേ? ഇല്ല സാർ, എന്റെ ഏറ്റവും മൂത്ത ചേട്ടൻ കുറച്ചു കാലം കുതിരവട്ടത്തുണ്ടായിരുന്നു. ആണോ? അപ്പൊ അതാണ് സംഭവം. ആത്മാവും കേസന്വേഷണവും. സാർ, ഞാൻ പറയുന്നത് സാറിന് വിശ്വാസമാവുന്നില്ലെങ്കിൽ സാറിനെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. സാധാരണ എല്ലാ സ്ഥലത്തും അതാണ് എന്റെ അനുഭവം. പിന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഹൈ റേഞ്ചിലുള്ള സ്റ്റേഷനിലേക്കാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. തൽക്കാലം ഇവിടുത്തെ ചൂടൊന്നും രക്ഷപ്പെടാലോ. തന്നെ അങ്ങനെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. 24 മണിക്കൂറിനകം ബെഞ്ചമിൻ ബ്രൂണോയെ സബ് ജയിലിൽ തിരിച്ചെത്തിച്ചില്ലെങ്കിൽ തന്റെ തൊപ്പി തെറി. യു ക്യാൻ ഗോ. എന്തായി സാർ? ഇതൊരു ട്രാൻസ്ഫർ കൊണ്ട് തീരുന്നു തോന്നുന്നില്ല. 24 മണിക്കൂറിനകം അവനെ കിട്ടിയില്ലെങ്കിൽ ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ. എവിടെടോ തന്റെ പ്രേതം? അതാണ് സാർ ഞാനും നോക്കുന്നത്. അവന്റെ പൊടി പോലും കാണാനില്ല. അവൻ മുങ്ങിയല്ലേ? എടോ, മനുഷ്യനായാലും പ്രേതമായാലും ഇത്തിരി സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വേണം. എന്റെ ജോലി പോയാൽ തന്റെ പ്രേതം വാങ്ങിച്ചു തരുടോ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? തന്നെ ഞാൻ തല്ലിക്കൊല്ലും. അപ്പൊ താനും ഒരു പ്രേതാവും. അങ്ങനെ വരുമ്പോ നിങ്ങൾ രണ്ട് പ്രേതങ്ങൾക്കും കൂടി കളിച്ച് രസിച്ച് നടക്കാലോ. മനുഷ്യനെ മെനക്കെടുത്താൻ. താനിത് എവിടെയായിരുന്നു? സാറിനല്ല, അവൻ വന്നു. ഞാൻ കണ്ടു. അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം എനിക്കറിയാം. എവിടെ? നീ വാ, കാണിച്ചു തരാം. എന്താടോ തന്റെ പ്രേതം പറയുന്നത്? സാർ ജീപ്പട് ഇവിടെ നിർത്താൻ പറ. സാർ ഇവിടെ ഇവിടെ ഇവിടെ. ഈ വഴി കൂടെ അകത്ത് പോണം സാർ. ഈ വഴി അകത്തേക്ക് പോണം. ഈ വഴി കൂടെ ജീപ്പ് പോവോ? സാർ, അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇറങ്ങി വാ. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഹാൻഡ് കഫ് എടുത്തിട്ടില്ല. കയ്യാമം. ആളിനെ പിടിച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഹാൻഡ് കഫ് വേണം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ നില്ല്. പറ്റിയാൽ അവനെ പിടിക്ക്. ഞാൻ സ്റ്റേഷനിൽ പോയി ഹാൻഡ് കഫ് എടുത്തിട്ട് വരാം. സാറിന് പേടിയാണെങ്കിൽ അത് പറ. പേടിയോ? എനിക്കോ? എന്നെ പറ്റി എന്ത് വിചാരിച്ചോളൂ താൻ? ഈ യൂണിഫോമിനെ പറ്റി എന്തറിയാൻ എനിക്ക്? നടക്കോ, വഴി കാണിക്കണോ? ഇതിലെ ഭീകരന്മാരെ പിടിക്കാൻ തനിക്ക് ട്രെയിനിങ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ലീഡ് ചെയ്യും, പുറകെ വന്നാ മതി. ബ്രൂണോ, നീ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ഈ ദാമോദരൻ നായർ കണ്ടുപിടിക്കും. മര്യാദക്ക് കീഴടങ്ങുന്നതാണ് നല്ലത്. ബ്രൂണോ, നീ ഭീകരനാണെങ്കിൽ ഞാൻ അതിഭീകരനാണ്. അവൻ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും അവനെ ഓർമ്മിപ്പിക്കാതെ. ബ്രൂണോ, വാതിൽ തുറക്ക്. എന്റെ കയ്യിൽ ഗണ്ണുണ്ട്. എന്റെ കയ്യിൽ ഗണ്ണുണ്ട്. തുറക്കടാ വാതിൽ. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. താക്കോൽ എവിടെ? സാറിന്റെ അടുത്തല്ലോ താക്കോല്. അപ്പൊ താക്കോല് പോയി.
സാർ എവിടെ? അകത്തുണ്ട്. ആ, പോലീസ് അവിടെയും എത്തി. പീറ്റർ വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങനെ ഇത് പുറത്തായി? അറിയില്ല. ഒരു SI ജയിലിൽ വന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ. താൻ എന്തെങ്കിലും പറഞ്ഞോ? നോ, പക്ഷെ നടന്നതെല്ലാം ഒരു വിറ്റ്നസിനെ പോലെ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു. ഈ ടോൾ മീ എവറിത്തിങ്. എന്നെ പറ്റി എന്തെങ്കിലും? ഇല്ല. വെൽ, ബ്രൂണോ എനിക്ക് വിശ്വാസമാണ്. ഏതായാലും ഇവിടെ നിൽക്കണ്ട. തൽക്കാലം സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് പീറ്റർ കൊണ്ടുപോകും. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിക്കാം. ശരി സാർ. എങ്കിൽ സമയം കളയണ്ട. ഓക്കെ, കമാ. മേനോനല്ലേ? അലക്സ, എബിയുടെ മരണത്തെപ്പറ്റി പോലീസിന് എന്തൊക്കെയോ സംശയമുണ്ട്. ഒക്കെ നേരിട്ട് പറയാം. ആ ഫയലുകളൊന്നും താനോട് വെക്കണ്ട. ഒരു തെളിവും ഉണ്ടാവരുത്. കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് ചെയ്തു തീർക്കണം. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഒരുപാട് ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു ബാലു. ഒരു ജ്യേഷ്ഠനെ പോലെ, ഫ്രണ്ടിനെ പോലെ. എന്നിട്ട് അവൻ എന്നോട് ഇത് എന്തിനു ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവത്തത്. അന്ന് അയാൾ ഇൻഡിഫറന്റ് ആയിട്ട് പെരുമാറിയപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ നീ ഇത്രയും വിശ്വസിക്കുന്ന ഒരാളെ സംശയിക്കുന്ന പോലും ശരിയല്ലെന്ന് തോന്നുന്നു. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല, ഒരു വാക്കുകൊണ്ട് പോലും. അവൻ എന്ത് വേണേലും ഞാൻ കൊടുക്കായിരുന്നില്ലേ? ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അയാൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുമായിരുന്നില്ലേ നീ പറഞ്ഞത്? ആ സ്ഥിതിക്ക് നിന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും, ഉറപ്പാ. നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ആ SIയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അയാളൊരു പിണ്ണാക്ക, ഒരു ചുക്കും നടക്കില്ല. ആദ്യം അമ്മച്ചിയോട് ശോഭയോടും പറയണം. അവൻ ഇനി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരെല്ലാം അറിഞ്ഞിരിക്കണം.